ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. മാർക്കറ്റ് വളരെയധികം ഇടിഞ്ഞിരിക്കുകയാണ് അല്ലേ. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് മാർക്കറ്റ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനുള്ള പ്രോസസ്സാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 തരം ഇൻവെസ്റ്റേഴ്സിനെ കണക്ക് കൂട്ടിയാൽ FIs, DIs, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. FIസും DIസും ആണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞത്. അതുകൂടാതെ തന്നെ റീറ്റെയിലിൽ തന്നെ ചില ബിഗ് പ്ലെയേഴ്സും ഉണ്ട്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പ്ലേ ചെയ്യുന്ന പ്ലെയേഴ്സും ഉണ്ട്. അവർക്ക് ചില കമ്പനികളെ തന്നെ അതിൻ്റെ ഷെയർ പ്രൈസിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഇങ്ങനെയുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ് ചെറിയ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ലോസ് ബുക്കിംഗ് എന്ന പേരിൽ അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന പേരിൽ പോലും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് മാർക്കറ്റ് ക്രാഷ് ഹിഡൻ സീക്രറ്റ്സ്. മാർക്കറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ കറക്ഷൻസും അതിൻ്റെ റിക്കവറിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ മൾട്ടിപ്പിൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുന്നില്ല. മറിച്ച് മാർക്കറ്റ് ക്യാഷ് വരുമ്പോഴും നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴും ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് റീറ്റെയിലേഴ്സിന് അറിയില്ല. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നമ്മുടെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ മണി ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ റീറ്റെയിലേഴ്സ് ഭയങ്കരമായിട്ട് കൈ കടത്തി ഭയങ്കര പ്ലേ നടക്കുന്നുണ്ടായിരുന്നു. അത് തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്ത് സെബി പുതിയ റൂള് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ലോഡ് സൈസ് കൂട്ടി, മാർജിൻ കൂട്ടി. അങ്ങനെയുള്ള 25 ലോഡ് സൈസ് ആയിട്ടുള്ള നിഫ്റ്റിക്ക് ഇപ്പോൾ ലോഡ് സൈസ് 75 അത് ഫെബ്രുവരി സീരീസ് മുതൽ ആക്ഷനിൽ വരും. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട്. അത് വിശദമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അത് തന്നെ ഉണ്ടാകും ഒരുപാട്. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജികൾ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ അതിനായിട്ട് എനിക്ക് വേണ്ടത് ഈ വീഡിയോയ്ക്ക് ഒരു 5000 ലൈക്കാണ്. 5000 അത്ര കൂടുതലൊന്നുമല്ല. ഇതിനു മുമ്പ് നിങ്ങൾ തന്നിട്ടുണ്ട്, പല വീഡിയോയ്ക്ക് 5000-ന് മുകളിൽ ലൈക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് 5000 കേട്ടോ, 5000 ലൈക്ക് തരുന്ന ആ സമയത്ത് മാർക്കറ്റിൽ സെല്ലിംഗ് സീക്രട്ട് അതിൻ്റെ ഹെഡ്ജിങ് കാര്യങ്ങളും ഒക്കെ വീഡിയോ ആയിട്ട് ചെയ്യും. നമുക്ക് നോക്കാൻ കിട്ടുമോ ഇല്ലയോ എന്ന്. കിട്ടിയില്ലെങ്കിൽ അത്രയും ലൈക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അത്രയും പണി കുറഞ്ഞല്ലോ. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വരുന്നത് മാർക്കറ്റ് എപ്പോൾ തിരിച്ചു കയറുമെന്നുള്ളതാണ്. മൂന്നാമത്തെ പാർട്ട് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്. അവസാനത്തെ പാർട്ട് ഇപ്പോൾ SIP ചെയ്യാവുന്ന ബെസ്റ്റ് ETFകളും മ്യൂച്വൽ ഫണ്ടുകളും. അത്യാവശ്യം എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്താനുള്ള കണ്ടന്റ് ആണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ കണ്ടന്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക, കാരണം എനിക്ക് അടുത്ത വീഡിയോ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഹെൽപ്പാകും. ഞാൻ ഓൾറെഡി നല്ല കമ്പനികളുടെ വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അത് അപ്ലോഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അത് അപ്ലോഡ് ആവും. ചിലപ്പോൾ മാർക്കറ്റ് ഇടിയുമ്പോഴും ആ കമ്പനികളൊന്നും ഭയങ്കരമായിട്ട് ഇടിയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിലും കുറേ സീക്രട്ടുകളുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. അവരുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അസറ്റ് പ്ലസിലും ഏഞ്ചൽ വണ്ണിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവയുടെ QR കോഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തിട്ട് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ അക്കൗണ്ട് എടുത്തിട്ടുള്ള നമ്മുടെ ക്ലയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മുടെ ക്ലയൻസിന് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കാവുന്നതാണ്. അങ്ങനെ ഉചിതമായ ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെ എനിക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്താൽ മതി, കാരണം അവിടെ ബ്രോക്കറേജോ AMC ചാർജോ ഒന്നുമില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. എന്നാൽ സ്റ്റോക്കിലും ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. മെയിൻ കണ്ടന്റിലേക്ക് തിരിച്ചു വരാം. മാർക്കറ്റ് ക്രാഷ് ഹിഡൻ സീക്രട്ട്. അൾട്ടിമേറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെയധികം ബിഗ് ക്യാഷ്, ടൺ ഓഫ് ഫണ്ട്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ചന്തയാണ്. അതായത് മാർക്കറ്റ് എന്ന് തന്നെയാണല്ലോ ഇതിൻ്റെ പേര്. ഒരു ചന്തയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കാണുന്ന റീറ്റെയിലേഴ്സ് അവർക്ക് ഒന്നെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഗ്രാഹ്യം കുറവാണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കലി മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ കുറവാണ്. നിങ്ങൾ ഈ കാണുന്ന ചാർട്ട് നിഫ്റ്റിയുടെയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം, അപ്പം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടും കാണാം. അതേപോലെ ഈ ലൈൻ, ഈ റെഡ് കളറിലെ ലൈനില്ലേ, ഇത് 200-ഡേ മൂവിങ് ആവറേജ് ആണ്. അതായത് EMA ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിഫ്റ്റിയുടെ ജേർണി നമുക്ക് ഇവിടെ മനസ്സിലാക്കാവുന്നതാണ്. ഈ കാണുന്നതൊക്കെ 16,000 17,000 എന്നൊക്കെ കാണുന്നില്ലേ, ഇത് നിഫ്റ്റിയുടെ പഴയ ലെവലുകളൊക്കെയാണ്. ഇപ്പോഴത്തെ ലെവൽ എത്രയാണ്? 23,500 അല്ലേ. 23,500 എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ ലൈൻ ചാർട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എടുക്കാം. ഒന്നാമത്തെ സീക്രട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിഫ്റ്റിയിൽ ഏറ്റവും നല്ല ബൈ പോയിന്റ് എവിടെയാണ്? 2 ആൻസർ ഉണ്ട്. ഒന്ന്, പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ലോയ്ക്ക് താഴെ. 2, 200-ഡേ EMAയ്ക്ക് താഴെ. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ്, ഈ മാർക്കറ്റിലെ ഏറ്റവും നല്ല ബൈയിങ് പോയിന്റ് എവിടെയാണ് എന്നുള്ളത്.
ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ന്യൂസ് വരിക. ഇപ്പം നിഫ്റ്റി ക്രാഷ് ചെയ്യാനുള്ള കാരണം എന്താണ്? 4-5 കാരണങ്ങളുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയാം. ഒന്നാമത്തേത്, അമേരിക്കയുടെ ഫെഡറൽ റിസർവ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ഇൻ്റർവെല്ല് കുറച്ചതാണ്. ഈ വർഷമല്ല, വരുന്ന വർഷം 2025 4 റേറ്റ് കട്ടുകൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് 2 കുറച്ചു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? അതുകൊണ്ട് സംഭവിക്കുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ FIs, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കേട്ടോ, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരുപാട് പേരുണ്ട്, ഇവരൊക്കെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഭാവിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുമുണ്ട്. എന്നാൽ റേറ്റ് കട്ട് കുറയ്ക്കുമ്പോൾ അവിടെയുള്ള ബോണ്ടുകളുടെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോണ്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരതമ്യം വളരെ സെക്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ അപേക്ഷിച്ചിട്ട്. അമേരിക്കയിലൊക്കെ ഒരു 10% ഇയർലി റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് സാധാരണക്കാർക്കാണ് വലിയ കാര്യം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ഭീകരമായ റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ട് പല രീതികളിൽ കൂടെ. അതവിടെ നിൽക്കട്ടെ. ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ബോണ്ടിലേക്ക് ഒഴുകും. താരതമ്യം സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പണം അങ്ങോട്ട് ഒഴുകും. അപ്പോൾ എന്താ സംഭവിക്കുക? അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ പണം പിൻവലിക്കും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. FIs നല്ല രീതിയിൽ വിഡ്രോവൽ, ഇപ്പോൾ 3 ദിവസത്തെ വിഡ്രോവൽ എനിക്ക് തോന്നുന്നു 8000 കോടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രീതിയിൽ വിഡ്രോവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ വിഡ്രോ ചെയ്തിട്ട് അവിടെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനെ കഴിഞ്ഞ് റിട്ടേൺ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടും. എപ്പോഴാണ് നമുക്ക് അതിനെ കഴിഞ്ഞ് റിട്ടേൺ കിട്ടുക? മാർക്കറ്റ് ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഡിസ്കൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്ന 200-ഡേ മൂവിങ് ആവറേജിന് താഴെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ സീക്രട്ട്, മാർക്കറ്റ് 200-ഡേ മൂവിങ് ആവറേജ് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല എങ്കിൽ അവിടെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊന്നും കൂടെ നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഇതിന് മുമ്പ് 200-ഡേ EMIക്ക് താഴെ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ, ഒന്ന് ഇവിടെ അത് ടച്ച് ചെയ്ത് തിരിച്ചു കയറിപ്പോയി. രണ്ടാമത്തേത് കോവിഡ് അല്ല 2023 2023 വന്നിട്ടുണ്ടായിരുന്നു. 200-ഡേ മൂവിങ് ആവറേജ് താഴെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം അവിടെ നിൽക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ബോണ്ടിന് അവിടെ ഇൻട്രസ്റ്റ് കൂടുന്നുണ്ടെങ്കിലും അത് ഫിക്സ്ഡ് റിട്ടേൺ ആണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫിക്സ്ഡ് റിട്ടേൺ അല്ല, ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യത മാർക്കറ്റ് ഏറ്റവും ഡൗൺ നിൽക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു പോയിന്റ് ഇല്ലേ, ഇത് ഞാനൊന്ന് ചെറുതാക്കാം. ഈ സ്ഥലം എത്ര പേര് ഓർക്കുന്നുണ്ടെന്നറിയില്ല, പക്ഷേ ഒരു 3-4 വർഷമായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നവർക്കറിയാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇത് 2023 മാർച്ച് ഏപ്രിൽ സ്ഥലങ്ങളാണ് കേട്ടോ. ഏപ്രിൽ തൊട്ട് മാർക്കറ്റ് തിരിച്ചു കയറാൻ തുടങ്ങി. ഇതിപ്പോൾ 2023 മാർച്ചാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലം. അപ്പോൾ അതിന് മുമ്പ് ജനുവരി ഉണ്ടായിരുന്നു. നവംബറിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. നവംബർ പകുതിയോടെ നവംബറിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഡിസംബറിലാണ് ഫാൾ ചെയ്തത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഡിസംബറിലാണ് ഇത് ഫാൾ ചെയ്തത്. ഡിസംബർ ഇങ്ങനെ താഴേക്ക് പോയിട്ട് ഏപ്രിൽ തിരിച്ചു കയറി. ഡിസംബർ 1, ജനുവരി 2, ഫെബ്രുവരി 3, മാർച്ച് 4 മാസം കറക്ഷൻ നിന്നു. അന്ന് സംഭവിക്കാത്ത പൂലൊന്നുമില്ല. അതേ ഒരു സാധനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യാതെ ഈ സംഭവത്തിന് കയറി പോകാൻ പറ്റില്ല. പക്ഷേ ഇത് എത്ര പേര് നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. കാരണം റീറ്റെയിലേഴ്സ് ഈ കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ട് നിൽക്കില്ല. മറിച്ച് റീറ്റെയിലേഴ്സ് നോക്കുന്ന 2 മെത്തേഡുകളാണ് ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഔട്ടിന് ബൈ, ബ്രേക്ക് ഡൗണിന് സെൽ. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇതാ ഇങ്ങനെ താഴേക്ക് വന്ന് ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളോ ഒന്നും നടക്കാത്ത സ്ഥലത്തു നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയതിനു ശേഷമല്ലേ ബ്രേക്ക് ഔട്ട് നടക്കുക. അപ്പം ഇങ്ങനെ മുകളിലേക്ക് പോയി ഇങ്ങനെ താഴേക്ക് വന്ന് ഇങ്ങനെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ലെവലിൽ നിന്ന് ആരെങ്കിലും ബൈ ചെയ്ത് ഈ ലെവലിൽ നിന്നൊക്കെ ബൈ ചെയ്ത് മുകളിലേക്ക് ബൈ ചെയ്താലല്ലേ മാർക്കറ്റ് മുകളിലേക്ക് പോകൂ. സോ ഇവിടെ ബൈ ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ ബൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സുവർണ്ണ അവസരം എന്ന് തന്നെ പറയാം. പഴയ ചാർട്ട് എടുത്തിട്ട് ശരിക്കും, ഇത് മാത്രമല്ല ഇതിൻ്റെ പുറകോട്ടുണ്ട് കേട്ടോ, ഈ ചാർട്ട് എടുത്തിട്ട് നന്നായിട്ട് പഠിക്കുക. ഇതാ ഇവിടെ നോക്ക്, ഇത് കണ്ടോ, ഇത് 200-ഡേ മൂവിങ് ആവറേജിൻ്റെ താഴേക്ക് പോയിട്ടുണ്ട്. ഈ താഴെ നിൽക്കുക എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ കാര്യം. കാരണം ബോർഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാൽ പോലും അവർക്ക് അതിനെ കഴിഞ്ഞും ഡബിൾ റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഈ ലെവലുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടും. സോ അവർ ഈ ലെവലുകളിലേക്ക് മാർക്കറ്റിനെ എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യും. മനസ്സിലാവും. ഓൾറെഡി നല്ല പ്രോഫിറ്റുള്ള അവർ ആ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യുകയും അങ്ങനെ മാർക്കറ്റിനെ ഹ്യൂജായിട്ട് താഴേക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ട്രൈ ചെയ്ത് 200-ഡേ മൂവിങ് ആവറേജ് കട്ട് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ നമ്മൾ പറയും, എന്ത് പറയും? എല്ലാം നഷ്ടപ്പെട്ടു, വിറ്റിട്ട് ഓടിക്കോ എന്ന് പറയും. ഇതിപ്പോൾ എത്ര ഉദാഹരണം വേണമെങ്കിലും ഇത് പുറകോട്ട് എടുത്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനാണ് ഞാൻ ഈ ലൈൻ ചാർട്ട് എടുത്തത്. എന്നാൽ ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പെർഫെക്റ്റ് ബെസ്റ്റ് ബൈ എവിടെ നിന്നാണ് എന്ന് നമുക്കിപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നവർക്കൊക്കെ ബൈ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ
മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റിയ സമയമാണിത്. ഇങ്ങനെ ആരെങ്കിലും പറയുമോ? നിങ്ങളിങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വായിക്കുന്ന ന്യൂസിലോ കാണുന്ന ഷോകളിലോ ടി വി ഷോകളിലോ പുതിയ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ എൻട്രി ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. എന്തുകൊണ്ടാണ് കേൾക്കാത്തതെന്ന് ചോദിച്ചാൽ നിങ്ങളെ ഇപ്പോൾ എൻട്രി ചെയ്യിക്കരുത്. ഇപ്പം അവർക്ക് എൻട്രി ചെയ്യാനുള്ള സമയമാണ്. ഇപ്പോഴും ഫോറിനേഴ്സ് ബൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ സെല്ലിങ് നടക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് പോകുന്നത്. നമ്മൾ കാണുന്നത് സെൽ ഫിഗർ ആകുന്നു. ഇപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് SIP വഴി പൈസ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും മാർക്കറ്റിനെ കയറ്റുകയും ചെയ്യും. ഈവൻ ഫോറിനേഴ്സ് ഇവിടുന്ന് പോയാൽ പോലും നമുക്കൊന്നും സംഭവിക്കാനില്ല. അവർ പോകുമ്പോൾ ഉള്ള അലവലികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരങ്ങനെ പോകുമൊന്നുമില്ല. അവർ കറക്റ്റ് സമയത്ത് എൻട്രി ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു 200 മൂവിങ് ആവറേജ് താഴെ മാർക്കറ്റ് പോകുന്നു. അപ്പോഴത്തേന് ഫിഗറുകളൊക്കെ എവിടെ എത്തിയെന്ന് നോക്കുക കേട്ടോ. ഇത് വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു റാലിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം നടക്കുന്നതല്ല, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പുറകോട്ട് പോയി കഴിയുമ്പോൾ കോവിഡ് ക്രാഷാണ് ഈ കാണുന്നത് 2020. സോ എത്ര പ്രാവശ്യം 200 മൂവിങ് ആവറിൻ്റെ താഴെ മാർക്കറ്റ് പോയി ആഫ്റ്റർ കോവിഡ്? ഒന്ന് കോവിഡ് കഴിഞ്ഞ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് പോയിട്ടുണ്ട്, ഇവിടെ നമുക്ക് കാണാം. പിന്നെ പോയിരിക്കുന്നു, പിന്നെ ഹ്യൂജ് റാലിയായിരുന്നു. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് പോയിട്ടുണ്ട്, കണ്ടോ 2 അല്ലേ 2. പിന്നെ പോയിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ഒരു വലിയ ഒരു കറക്ഷൻ ഇങ്ങനെ നടക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പോയിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു ഉദാഹരണം കാണിക്കാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് പോയത് നമുക്ക് 3ാമത്തെ കറക്ഷനായിട്ട് കൂട്ടാം. പിന്നെ ഇവിടെ പോയിട്ടുണ്ട് 4 പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് 5. പിന്നെ ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്തേ ഉള്ളൂ, ഓക്കെ 6 കൂട്ടാം. പിന്നെ നടന്നിരിക്കുന്നത് ഇവിടെ 7. പിന്നെ ഇന്നത്തെ, അതായത് കഴിഞ്ഞ ദിവസത്തെ കറക്ഷൻ 8. അതായത് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട്, ഇത് 2024 അവസാനമാണ്. അപ്പോൾ 2020 മുതൽ 2024 വരെ നമുക്ക് 8 പെർഫെക്റ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതിൽ 8ാമത്തെ നടന്നുകൊണ്ടിരിക്കുന്നു. 7ആണ് കഴിഞ്ഞ ദിവസം നടന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എല്ലാ 500 പോയിൻ്റ് താഴെ മാർക്കറ്റ് പോകുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ലിക്വിഡ് ബോണ്ടിലോ ഭാരത് ബോണ്ട് പോലെയുള്ള ബോണ്ടുകളിലോ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ലിക്വിഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾ FDയിലോ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് നമുക്ക് ഇങ്ങനെ ഉള്ള അവസരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിലേക്ക് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. നമ്മൾ എൻട്രി ചെയ്യുമോ ഈ സമയത്ത്? ചെയ്യില്ലല്ലോ. മാർക്കറ്റ് ചിലപ്പോൾ ഫർദർ ഇവിടുന്ന് താഴേക്ക് പോയേക്കാം, ചിലപ്പോൾ ഇവിടുന്ന് ഇനിയും 1000 പോയിൻറ്റ് താഴേക്ക് പോയേക്കാം എന്ന് ഞാൻ പറയുന്നതാണ്. കാരണം ഇതിന് മുമ്പ് അങ്ങനെ പോയിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇതൊക്കെ എത്ര പോയിൻ്റ് അതിന് മുമ്പ് പോയിട്ടുണ്ട്? 17,500 നിന്ന് 16,900 അല്ലേ. അപ്പോൾ 500-600 പോയിൻ്റാണ് പോയിട്ടുള്ളൂ. 1000 പോയിൻ്റ് എന്ന് ഞാൻ പറഞ്ഞാണ്. ഇപ്പോഴത്തെ വാല്യൂ വെച്ചിട്ട് ഈ ഒരു 500 പോയിൻ്റ് അല്ലെങ്കിൽ 600 പോയിൻ്റ് ഈക്വൽസ് 1000 ആണെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ ഇവിടെ പോയിരിക്കുന്നത് 200 മൂവിങ് ആവറേജ് 16,500 സംതിങ് ആണ്. 15,200 സംതിങ് വരെ പോയിട്ടുണ്ട്. അപ്പോൾ 1000 പോയിൻ്റ് മുകളിൽ കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ 200 മൂവിങ് ആവറേജിന് താഴെ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ, 200 മൂവിങ് ആവറേജിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് അല്പം നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. കാരണം പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു നഷ്ട സാധ്യത വരില്ല. ഒരു നഷ്ടത്തിൻ്റെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഈ കറക്ഷൻസൊക്കെ ഞാൻ കണ്ടതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ വരുന്നത്. ഇത് കാണാത്തവർക്ക് അത് അങ്ങനെ മനസ്സിലാകണമെന്നില്ല. എന്നാലും ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഏകദേശം മനസ്സിലാകുന്നില്ല. നിങ്ങൾ മലയാളം അറിയുന്നവരല്ലേ, അപ്പോൾ അത് പറയുമ്പോൾ മനസ്സിലാകുന്നില്ലേ? പക്ഷേ ഇത് ഒന്നും ആരും പറഞ്ഞു തരില്ല. ഇതൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി. നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ, ഇതാണ് സംഭവം ഇതിൻ്റെ എന്നും പറഞ്ഞൊന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാകും. അല്ലെങ്കിൽ മനസ്സിലാകുന്ന കുറേ പേരുണ്ടാകും. ഇപ്പോൾ നമ്മൾ പുറകോട്ട് വന്നിട്ട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന 10,000-ലാണ്. നോക്കുക, 10,000-ലാണ്. ആ കോവിഡിന് മുമ്പ് 10,000-ലാണ്. ഇതിന് മുമ്പ് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ തെരയാണ്. അതായത് 200 മൂവിങ് ആവറേജ് കഴിഞ്ഞാൽ പിന്നെ വലിയ ഒരു ഡൗണിലേക്ക് ചില സമയത്ത് പാനിക്കായിട്ട് പോയേക്കാം. അങ്ങനെ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യത്തിലേക്ക് നമ്മൾ ഇനി വരുന്നു കേട്ടോ. അപ്പോൾ 200 മൂവിങ് ആവറേജിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാലും നമ്മൾ കുറച്ച് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ 500 പോയിൻ്റ് ഇടിയുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതി ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. എന്നാൽ 200 മൂവിങ് ആവറേജ് കഴിഞ്ഞ് മാർക്കറ്റ് ക്രാഷ് ചെയ്ത് മുകളിലേക്ക് പോവുകയും അവിടുന്ന് വീണ്ടും റിക്കവറികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് 2017 കേട്ടോ. 17 മാത്രമല്ല ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള കാണിച്ചു തരാം. അപ്പോൾ 2017 സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് നോക്കുക. ഒരു വലിയൊരു കറക്ഷൻ ഉണ്ടായി. ആ കറക്ഷനിൽ ക്രിയേറ്റ് ചെയ്ത ലോയാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ. ഇവിടെയാണ് ആ ഒരു കറക്ഷനിൽ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ലോ ബ്രേക്ക് ചെയ്ത് എപ്പോഴാണോ മാർക്കറ്റ് താഴേക്ക് പോകുന്നത്, ഇത് ഡബിൾ ബോട്ടത്തിൻ്റെ മറ്റൊരു സിനാരിയോ ആണ്. ഇത് പെർഫെക്റ്റ് ഡബിൾ ബോട്ടം എന്ന് തന്നെ പറയാം.
കാരണം ഡബിൾ ബോട്ടം ബ്രേക്ക് ചെയ്ത് അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നുണ്ട് മാർക്കറ്റ്. എന്നാൽ ഇത് ഒരു ഡബിൾ ബോട്ടത്തിൻ്റെ ഒരു സിനാരിയോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ മാറ്റി വെക്കുക. അതിപ്പോൾ ഇച്ചിരി കുറച്ച് റിസ്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ MTF കാര്യങ്ങളും ഫെസിലിറ്റി ഉണ്ടല്ലോ. ഞാൻ കടമെടുക്കാൻ പറയുകയല്ല, നമ്മുടെ കൊക്കിനൊതുങ്ങുന്ന സാധനം കടമെടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിൽക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, സ്വർണ്ണത്തിലും FDയും ബാങ്ക് ചിട്ടി ഇങ്ങനെയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഉണ്ടല്ലോ. പക്ഷേ അതിനെ കഴിഞ്ഞ് നോക്കി ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഇവിടെയാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് വാങ്ങേണ്ട സ്ഥലം. ഇവിടെയാണ്. ഇവിടെ ആരെങ്കിലും റീറ്റെയിലേഴ്സ് ആരെങ്കിലും വാങ്ങുമോ? ഇവിടെ വാങ്ങുമോ? നിങ്ങൾക്ക് അറിയാമോ? വാങ്ങും. എന്നാൽ ഇനി വാങ്ങണം. അങ്ങനത്തെ ഒരു സിനാരിയോയിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് പോകുന്നത്. ആ ഒരു സിനാരിയോ നമുക്ക് കാണാൻ പറ്റും. 200 ഡേ മൂവിങ് ആവറേജ്. ഇത് വർഷമാണ് 2018 കഴിഞ്ഞിട്ടുള്ള ഒരു വർഷമാണ്. ഏപ്രിൽ 2019 ആയിരിക്കും. 18 തന്നെയാണ്. 18 മാർച്ച് ഏപ്രിൽ ഞാൻ ഈ പറഞ്ഞ സാധനം വരുന്നുണ്ട്. കാരണം ഇവിടെ ഇത് പല രീതിയിലായിരിക്കും വരുന്നത്. എല്ലാം ഒരു പിക്ചർ പോലെ ആയിരിക്കില്ല. അതിൻ്റെ ഐഡിയ ഒന്നായിരിക്കും. ഇപ്പോൾ 200 ഡേ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി, അവിടുന്ന് ഇത് തിരിച്ച് മുകളിലേക്ക് കയറി, അവിടുന്ന് ക്രാഷ് ചെയ്തിട്ട് ഈ താഴേക്ക് വന്നു. ഈ ഏരിയകളാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഏരിയകൾ. അപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുമ്പോഴാണ് പിന്നെയും അതിലുള്ള പെർഫെക്റ്റ്, അതായത് ഫൈൻ ട്യൂണിംഗ് എന്ന് പറയാം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ ചിലപ്പോൾ പല ഇതിൽ വന്ന് കാണും. ഞാൻ ക്യാൻഡിൽ സ്റ്റിക്ക് ഒന്ന് മാറ്റട്ടെ. 2018 കേട്ടോ. നോക്കുക ഇവിടെ എന്താണ് സംഭവിച്ചത്. 2018 നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് താഴേക്ക് പോയി, 200 ഡേ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് താഴേക്ക് പോയി, ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഇൻവെസ്റ്റ് ചെയ്യാം. അത് പാളിപ്പോകും, അങ്ങനെ കുറേയൊക്കെ പാളിപ്പോകും. പക്ഷേ ഏതാനും ദിവസങ്ങൾ 1, 2, മൂന്നാമത്തെ ദിവസം വലിയൊരു ഗ്യാപ്പ് ഡൗണും ഒരു ഗ്രീൻ ക്യാൻഡിലും, അതായത് ഗ്രീൻ ക്യാൻഡിലുകൾ വരുമ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു അവിടെ ഒരു പെർഫെക്റ്റ് എൻട്രി. ഇവിടുന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് 10,000 ലെവൽ കേട്ടോ. 10,000 ലെവൽ. അവർക്ക് ഇപ്പോഴും അത് വിൽക്കേണ്ട ആവശ്യം. അപ്പോൾ ഞാൻ കുറച്ച് ഹെഡ്ജിങ് ടൂളുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഹെഡ്ജിങ് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ല കേട്ടോ, ഈ വീഡിയോയിലല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ നമുക്ക് സമയമില്ല. ഇത് ഓൾറെഡി വളരെ ലെങ്തി ആകും. പക്ഷേ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കണ്ടോളൂ വീഡിയോ. അല്ലാതെ നമുക്ക് ഈ കാര്യങ്ങൾ പറയാതെ പറ്റില്ലല്ലോ. ഓടിച്ച് വിട്ടിട്ട് ഒരു ക്യാപ്സൂളായിട്ട് പഠിക്കേണ്ട ഒരു സാധനമല്ല. ചിലപ്പോൾ ലൈഫ് ടൈം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. എന്നാൽ കാലം മുന്നോട്ട് ചെല്ലുമ്പോൾ ഇത് മോഡിഫിക്കേഷൻസ് വരും, അപ്ഗ്രഡേഷൻ വരും. അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ഒരു ഫോണിലാണെങ്കിലും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ലാപ്ടോപ്പിലാണെങ്കിലും ഒക്കെ അപ്ഗ്രേഡ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സാധനം ഫോണെന്ന് പറയുന്ന കോളിംഗ് എന്ന് പറയുന്ന സാധനം അപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സാധനങ്ങളും അപ്പോഴും ഉണ്ടാകും. എന്നാൽ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കോവിഡിൻ്റെ കറക്ഷനാണ്. ഈ ഒരു കറക്ഷൻ നമുക്ക് കാണാവുന്നത്. ഞാൻ ഈ ലാസ്റ്റ് കറക്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിനാരിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് വരേണ്ടതായിരുന്നു. ഈ ഒരു സംഭവം, ഈ ഒരു റെഡ് ക്യാൻഡിൽ, ഇപ്പോൾ നിൽക്കുന്ന റെഡ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ആയിട്ട് വരേണ്ടതായിരുന്നു. പക്ഷേ അതൊരു ഗ്രീൻ ക്യാൻഡിലല്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണല്ലേ. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇനി അടുത്തതായിട്ട് മാർക്കറ്റ് പോകാൻ പോകുന്നത്, നേരത്തെ പോയത് 23,250 ഏകദേശമാണ് കേട്ടോ. ഇവിടെ കേട്ടോ 23,250. ചെറിയ 10-15 പോയിൻ്റൊക്കെ വ്യത്യാസം ഉണ്ടാകും, നോക്കണ്ട. അപ്പോൾ 23,250 മാർക്കറ്റ് നിന്നത്. അപ്പോൾ ഇപ്രാവശ്യം താഴേക്ക് വരുമ്പോൾ അതിൻ്റെയും താഴെ പോകും. അവിടെ ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 23,000 പോകാം. 23,000 ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നവർ ഒരു പക്ഷേ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ 23,000 മാർക്കറ്റ് പോകാം. അല്ല എങ്കിൽ 23,250 താഴെ മാർക്കറ്റ് പോകുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല എങ്കിൽ 23,250 താഴേക്ക് പോയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ സ്ഥലത്തേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നതാവാം. പിന്നീട് ക്രിയേറ്റ് ചെയ്ത ഗ്രീൻ ക്യാൻഡിൽ ഒരുപാട് മുകളിലേക്ക് പോയി. പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിഫ്റ്റിയിലൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ തന്നെ നമുക്ക് വേണം. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ വളരെയധികം മുകളിലേക്ക് പോയത് കൊണ്ട് ഇവരെന്ത് ചെയ്യാം, ഇതിനെ താഴേക്ക് വരുത്തുന്നതായിരിക്കാം. ഇപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയും കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ Q2 റിസൾട്ട് ഉദ്ദേശിച്ചതുപോലെ അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ Q3 റിസൾട്ടും അത്ര നല്ലതായിരിക്കില്ല എന്നുള്ള എക്സ്പെക്റ്റേഷൻ കാരണമാണ് മാർക്കറ്റ് താഴേക്ക് പോകുന്നത്. ഇതൊക്കെ ഒരു കാരണങ്ങളാണ്. കാരണം എന്തെങ്കിലും കാരണം വേണം മാർക്കറ്റിന് താഴേക്ക് പോകാനായിട്ട്, എന്തെങ്കിലും കാരണം വേണം. അപ്പം ഇതാണ് ഒരു കാരണം. Q2 നല്ലതായിരുന്നില്ല, അതുകൊണ്ട് Q3 നല്ലതാവില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് നല്ലതല്ലാത്ത റിസൾട്ടുകൾ വന്നു. നെഗറ്റീവ് ഇങ്ങനെ വന്നു കൂട്ടിക്കോ.
ഇത് നെഗറ്റീവ് അല്ല അല്ലേ? ഓക്കെ, നെഗറ്റീവ്. ഇങ്ങനെ നെഗറ്റീവ് റിസൾട്ടുകൾ, നെഗറ്റീവ് അല്ലെങ്കിൽ ഏണിങ്സ് കുറവ്, അങ്ങനെയുള്ള റിസൾട്ടുകൾ വന്നു എന്ന് കരുതിക്കൂ. പിന്നീട് സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നത് ഒരു വലിയ പോസിറ്റീവ് റിസൾട്ടായിട്ട് കണക്ക് കൂട്ടും. അങ്ങനെയാണല്ലോ. അതായത് നെഗറ്റീവ് റിസൾട്ടുകൾ വന്ന് നമ്മൾ കണ്ട് ശീലിച്ചതിന് ശേഷം ചെറിയ ഒരു പോസിറ്റീവ് റിസൾട്ട്, ഒരു കമ്പനി തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ റിസൾട്ടിൽ ഒരു 5 കോടി ലോസ്, രണ്ടാമത്തെ റിസൾട്ടിൽ ഒരു 6 കോടി ലോസ്, മൂന്നാമത്തെ റിസൾട്ടിൽ ഒരു 7 കോടി ലോസ്. ഞാൻ പറയുന്നേ ഉള്ളൂ, ഈ ഒരു ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത റിസൾട്ടിൽ 1 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അതൊരു വലിയ പോസിറ്റീവ് റിസൾട്ടാണ്. മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ ഈ കമ്പനി തുടർച്ചയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. 10 കോടിയും 5 കോടിയും 8 കോടിയും ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിന്നീട് അത് ലോസ് മേക്കിംഗ് കമ്പനിയായിട്ട് വന്നു. പിന്നെ ആ കമ്പനി പ്രോഫിറ്റിലേക്ക് ജസ്റ്റ് കയറിയുള്ളൂ. അത് വളരെ വലിയ ഒരു പോസിറ്റീവായിട്ട് കൂട്ടും. ഇടിഞ്ഞിരിക്കുന്ന കമ്പനി, കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇടിയൂലോ. അപ്പോൾ ആ ഇടിഞ്ഞിരിക്കുന്ന ആ ഷെയർ പ്രൈസ് എന്ത് ചെയ്യും? ഒരൊറ്റ പോക്കായിരിക്കും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് മൾട്ടി ബാഗർ അല്ലെങ്കിൽ മൾട്ടിപ്പിളായിട്ട് പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടും. ഒരു കമ്പനി ഇപ്പോൾ ഒരു 50% ഇടിഞ്ഞു, പിന്നെ ആ കമ്പനി പഴയ ഹൈയിലേക്ക് കയറുമ്പോഴത്തേക്കും 50% ഇടിഞ്ഞിട്ട് പഴയ ഹൈയിലേക്ക് കയറുമ്പോഴത്തേക്കും അതിന് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന 50%-ൻ്റെ പ്രോഫിറ്റ് ആയിരിക്കില്ല, അതിൽ കൂടുതൽ പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക്, താഴെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക്, അതൊരു വലിയ കണ്ടൻറ്റാണ്, ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. എന്നാലും താഴെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കൂടുതലായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയത്ത് ഇൻവെസ്റ്റിങ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ടല്ലോ, അവർ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അവർ പ്രത്യേകിച്ച് വലിയ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. ഇത് മുകളിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് പോകും. കാരണം ഇത് ക്യാഷ് ഉണ്ടാക്കാനുള്ള ടൂളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇപ്പോഴും അവർ ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് ഇവിടുന്ന് പൈസ എടുത്തുകൊണ്ട് പോയിട്ട് ബോണ്ടിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് റിട്ടേൺ കുറവാണല്ലോ. പിന്നെ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്കെല്ലാം അങ്ങനെയില്ല, FD കാര്യങ്ങളും ഒക്കെ ഇല്ലേ, നമുക്കൊരു എമർജൻസി ഫണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ ഇല്ലേ. നമ്മൾ ബാങ്കിലെങ്കിലും കുറച്ച് പൈസ ഇട്ട് വെക്കില്ലേ, അല്ലെ വീട്ടിലെങ്കിലും നമ്മൾ കൊടുക്കയിലെങ്കിലും കുറച്ച് പൈസ ഇട്ട് വെക്കില്ലേ, അപ്പോൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് അവർ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അവർക്കറിയാം ഇത് താഴേക്ക് പോകുമ്പോൾ താഴേക്ക് വരും, കിട്ടുമെന്നറിയാം. ഒരു വലിയ പ്ലേയേഴ്സ് ആയതുകൊണ്ട് അവർക്കറിയാം. കാരണം അവരാണ് മാർക്കറ്റിനെ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ആ സീക്രട്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്, വേറെ മാർഗ്ഗമില്ല. ഇനി മാർക്കറ്റ് എപ്പോൾ തിരിച്ചു കയറുമെന്നുള്ളതാണ്, അത് എൻ്റെ ഒരു പേഴ്സണൽ സംഭവം ഞാൻ പറയാം. നമ്മുടെ രണ്ടാമത്തെ കണ്ടൻറ്റ്. അപ്പോൾ 2 ഘട്ടങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സംഭവം മനസ്സിലായി. എൻ്റെ രണ്ടാമത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കാനുണ്ട്. ഇപ്പോഴും മാർക്കറ്റിൽ ഹ്യൂജ് പ്രോഫിറ്റിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നിൽക്കുന്നത്. മാർക്കറ്റിൽ ടെമ്പററി കറക്ഷൻസ് വരുന്നുണ്ടാകും, റിക്കവറി ഉണ്ടാകും. ടെമ്പററി റിക്കവറി ഉണ്ടാകും കേട്ടോ. മാർക്കറ്റ് റിക്കവറി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എന്നാൽ മാർക്കറ്റ് റിക്കവറി ഉണ്ടാകും. മാർക്കറ്റ് പുതിയ ലോകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഫ്രഷ് ബൈ വരികയും അവിടുന്ന് മാർക്കറ്റ് ഇപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരെണ്ണം ഇതാണ്, 200 ഡേ ആണ്, മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ ആ ലെവലുകളിൽ എത്തുമ്പോൾ ഫ്രഷ് ബൈങ് മാർക്കറ്റിൽ നടക്കുകയും പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയും അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരികയും ചെയ്യും. ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്, പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല, തെറ്റിയും പോകാം കേട്ടോ. എൻ്റെ ഒരു വ്യൂ ഞാൻ പറയുന്നതാണ്, അത് ഷെയർ ചെയ്യാലോ, ചിലപ്പോൾ ഉപകാരപ്പെടും. എന്തായാലും ഇതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും വരാനില്ല. കാരണം താഴ്ന്ന ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ദോഷമൊന്നും വരാനില്ല. ഹൈ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറയുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി വരുന്നത് ഈ പ്രീവിയസ് ലോ, അതായത് ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകും. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. പ്രാവശ്യമെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. അവിടുന്ന് ഒരു ഹ്യൂജ് റാലി മുകളിലേക്ക് വരും. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഹ്യൂജ് റാലി വരികയും ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയും ചെയ്യും. ഇവിടെ നിന്ന് ഒരു വലിയ സെൽ ഓഫ് വരും. പക്ഷേ അതിനു മുമ്പ് റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുന്ന ഏരിയയാണ് ഇത്. റീറ്റെയിലേഴ്സ് പാഞ്ഞ് കയറുന്ന ഏരിയയാണ് ഇത്. ആ സമയത്ത് നിങ്ങൾ ഒരുപാട് പോസിറ്റീവ് ന്യൂസുകൾ കേൾക്കും. ഇപ്പോൾ നിങ്ങൾ ബൈ ചെയ്യാനുള്ള ഒരു ന്യൂസും കേൾക്കില്ല. ഇപ്പോൾ നിങ്ങളോട് ആരും ബൈ ചെയ്യാൻ പറയില്ല, മാറി നിൽക്കാനേ പറയൂ. മ്യൂച്വൽ ഫണ്ടിലും ETF-ലൊക്കെ നല്ല സുഖമായിട്ട് ഇപ്പോൾ ബൈ ചെയ്തുകൂടെ, ബൈ ചെയ്ത് അവിടെ അനക്കാതെ ഇരുന്നുകൂടെ, പറയില്ല, നിങ്ങൾ കേൾക്കില്ല. മാർക്കറ്റ് ഭയങ്കരമായിട്ട് എന്തോ സംഭവിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് വരിക. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടേ മീഡിയയ്ക്ക് കാര്യമുള്ളൂ. റീറ്റെയിലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവൻ അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ പോലും എടുക്കാൻ പോകുന്നില്ല. സോ കാര്യമില്ല. പിന്നെ ഈ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ഫോർവേഡ് ചെയ്യാനുള്ള, അല്ല കുറച്ച് ഇത് ന്യൂസുകൾ വായിക്കുക, പാനിക്കേണ്ട, ഇമോഷണലി ബിഹേവ് ചെയ്യുന്ന അനിമൽസാണ് റീറ്റെയിലേഴ്സ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണക്ക് കൂട്ടുക. ഇമോഷണലി അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണാൻ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാതെ. കാരണം എന്നാന്ന് വെച്ചാൽ ഞാനിവിടെ എവിടെ പൈസ ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലേ.
കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാനല്ല ആളുകളുണ്ടാകുക. ഇപ്പോൾ മാർക്കറ്റ് 18,000-ലേക്ക് പോകുമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്താൽ അത് കാണാനാണ് ആളുകളുണ്ടാകുക. അതങ്ങനെയാണത്. ലോകം അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ടിയും വന്നേക്കാം. പക്ഷേ ഞാനങ്ങനെ ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ 18,000-ലേക്ക് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യും കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. 18,000, 20,000 ഏതെങ്കിലും ഒരു ഫിഗർ പറഞ്ഞാൽ മതി. 22,000 അങ്ങനെയൊക്കെ ഒരു ഫിഗർ പറഞ്ഞാൽ മതിയാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നോ അത്രയും വ്യൂ കൂടും. അപ്പോൾ വ്യൂ മാത്രമല്ലോ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമല്ലോ. അപ്പോൾ ഞാൻ വരച്ച് വെച്ചത് പോയല്ലോ. താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി, വീണ്ടും താഴേക്ക് വന്ന് ഈ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ഇവിടെയാണ് റീറ്റെയിലേഴ്സ് എൻട്രി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. ഇതിന് ശേഷം എന്താണ്? പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. ഈ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതിന് ശേഷം ഈ മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ലോ ബ്രേക്ക് ചെയ്താൽ അത് അവസരമായിട്ട് കൂട്ടുക, പക്ഷേ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താ സംഭവിക്കുക? ഇത് ഇവിടെ ഇങ്ങനെ വന്നതിന് ശേഷം ഇത് മുകളിലേക്ക് പോകും, വീണ്ടും മുകളിലേക്ക് പോകും. റീറ്റെയിലേഴ്സ് ഇവിടുന്ന് എൻട്രി ചെയ്തവരൊക്കെ അതാ ഇവിടെ വരുമ്പോഴത്തേനും സ്റ്റോപ്പ് ലോസ് അടിച്ച് താഴേക്ക് പോകും. സ്റ്റോപ്പ് ലോസ് അവർ പാനിക്കായി പോകും. അവരെന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ എന്ത് ഉള്ളതെല്ലാം വിറ്റ് മാറും. ഈ സാധനങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേടിക്കുന്നുണ്ടാവും. ഒരു ബയ്യേഴ്സ് അവിടെ കാണുമല്ലോ, അത് മേടിക്കുന്നുണ്ടാവും. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ലോയിൽ ആണ് മേടിക്കേണ്ടത് നമുക്കറിയാതെ നമുക്ക് മേടിക്കാനും പറ്റും. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ ടൺ കണക്കിന് ഫണ്ട് ഉള്ളതുകൊണ്ട്, ക്യാഷ് ഉള്ളതുകൊണ്ട് അവർക്ക് ഒറ്റയടിക്ക് ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും DIAs താഴേക്ക് പോകുമ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ല, DIAs ബൈ സൈഡാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ഇത് അറിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അവർക്കറിയാം പെർഫെക്റ്റ് ബൈ ഇവിടെയാണെന്ന് അറിയാം. പക്ഷേ ആ സമയത്ത് ഒറ്റയടിക്ക് ഇവർക്ക് ഈ പൈസ ഇടാൻ പറ്റില്ല. കാരണം പറന്ന് കയറിപ്പോവും. അതുകൊണ്ട് അവർ ഈ സ്ഥലത്തൊക്കെ വാങ്ങുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഈ സ്ഥലത്ത് വാങ്ങിയാൽ മതി. പിന്നെ ഞാനും ഈ താഴത്തെ ഈ സ്ഥലത്തൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കും. അപ്പോൾ ഇവിടെ റീറ്റെയിലേഴ്സ് എല്ലാം ഓടി പാഞ്ഞു പോകും. താഴേക്ക് പോയാൽ നമ്മൾ ഹോൾഡ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഹോൾഡ്, സിംപ്ലി ഹോൾഡ്. നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ നല്ല കമ്പനികളാണെങ്കിൽ അതൊരു 90% മുകളിൽ കമ്പനികളും പ്രോഫിറ്റിലേക്ക് വരും. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരുന്നാൽ മതി. സിംപ്ലി ഹോൾഡ് ചെയ്താൽ മതി. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും റീറ്റെയിലേഴ്സ് പോസിറ്റീവ് ന്യൂസ്, മാർക്കറ്റ് അങ്ങനെ ആകുന്നു ഇങ്ങനെ ആകുന്നു, മാടാ കോടയെന്നും പറഞ്ഞിട്ട് സംഭവിക്കുന്നു, പോസിറ്റീവ് സംഭവങ്ങൾ വരുന്നു. എന്താ സംഭവിക്കുക? ഇവിടെ റീറ്റെയിലേഴ്സ് ഇവിടെ പാഞ്ഞു കയറി വരും. വീണ്ടും ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് വീണ്ടും അത് കുറച്ച് പുറകോട്ട് ചാർട്ട് എടുത്ത് നോക്കുക. ഇവിടെയൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. ചാർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീണ്ടും ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും വീണ്ടും ഈ ലോ കട്ട് ചെയ്യുന്നില്ല. ഈ ലോ കട്ട് ചെയ്യാൻ സമ്മതിക്കാത്തതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ സമ്മതിക്കാത്തതാണ്. വീണ്ടും ആ ലോ കട്ട് ചെയ്യാതെ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കണ്ടത്? ഇതൊരു ലോയാണ്. 3 ലോയും പഴയ ലോയിൻ്റെ മുകളിലാണ് അല്ലേ? ഹയർ ലോസ്, പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് ഹയർ ലോസ്. ഇത് ചാർട്ടിൽ നിന്ന് മറയ്ക്കാൻ പറ്റില്ല. ഈ സാധനം മറയ്ക്കാൻ പറ്റില്ല. ഇതൊരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയാണ്. ഇത് മറയ്ക്കാൻ പറ്റില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവർ ശ്രമിച്ചാൽ പോലും, മറയ്ക്കണമെന്ന് ശ്രമിച്ചാൽ പോലും ഇത് മറയ്ക്കാൻ പറ്റില്ല. ഇടയ്ക്ക് വരുന്ന വോളിയങ്ങളും മറയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ കാണുന്ന ഇതൊരു ഹൈ ആണ്. ഇത് കേട്ടോ, ഇതൊരു ഹൈ ആണ്. ഇത് രണ്ടാമത്തെ ഹൈ, ഇത് അടുത്ത ഹൈ. എന്താണിത്? ഹൈനെ കഴിഞ്ഞ് മുകളിലാണ് അടുത്ത ഹൈ. നേരത്തെ വന്നിരിക്കുന്ന ഹൈനെ കഴിഞ്ഞ് മുകളിലാണ് അടുത്ത ഹൈ. സോ ഹയർ ഹൈസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ബുള്ളിഷ് പാറ്റേൺ. ഇത് മറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും റീറ്റെയിലേഴ്സ് എൻട്രി ചെയ്യുന്നത്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് താഴെ ലെവലിൽ നിന്ന് എൻട്രി ചെയ്തുകൊണ്ടാണ് ഈ പാറ്റേണൊക്കെ വരുന്നത്. അപ്പം അത് മനസ്സിലാക്കുക കേട്ടോ. മാർക്കറ്റ് ക്രാഷ് ചെയ്യാനുള്ള അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ റുപ്പിയുടെ ഡിപ്രിസിയേഷനാണ്. അറിയാലോ, ഇന്ത്യൻ റുപ്പി ഇപ്പോൾ 85 അല്ലേ? ഡോളറുമായിട്ട് വെക്കുമ്പോൾ 85-ലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്ത്, ഇടിഞ്ഞു. ഇത് തുടർന്നുകൊണ്ടിരിക്കും. കുറേ കഴിയുമ്പം 100 എന്നുള്ള ഫിഗറിലും എത്തും. ഇപ്പോൾ $1 അല്ലെങ്കിൽ $1 എന്ന് പറയുന്നത് 85 രൂപയ്ക്ക് സമമാണ് അല്ലേ? അങ്ങനെ ഇടിയുന്നു. $1 എന്ന് പറയുമ്പോൾ നമ്മൾ $1 എന്ന് പറയുമ്പോൾ $1 സമമായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും ഐഡിയലായിട്ട്. അതൊന്നും ഇനി ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ $1 എന്ന് പറയുന്നത് ഇപ്പോൾ 85 രൂപയ്ക്ക് തുല്യമാണ്. IT കമ്പനികൾക്ക് നല്ലതാണിത്. എന്നാൽ IT കമ്പനി കഴിഞ്ഞ ദിവസം ഇടിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം വേറെയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാൻ തുടങ്ങി. IT കമ്പനികൾ നമ്മൾ നേരത്തെ തൊട്ട് പറയുന്നതാണ്. IT നല്ല രീതിയിൽ കയറിപ്പോണ്ട്. ചാർട്ട് നോക്കി അറിയാം. ഞാനിപ്പോൾ ഇതിൽ വിശദീകരിക്കുന്നില്ല. അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഈ പറയുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഇന്ത്യൻ രൂപയുടെ ഡിപ്രിസിയേഷൻ ഫോറിൻ കൺട്രികളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് കേട്ടോ, അത് മിക്കതും തന്നെ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഗുണമാണ് ഇത് സംഭവം ശരിക്കും. അതുകൊണ്ട് തന്നെ അധികം ഇടിഞ്ഞു നിൽക്കാൻ പറ്റില്ല. IT തിരിച്ചു കയറാനുള്ള സർവ്വസാധ്യതയുണ്ട്. ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇനി നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇനിയിപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല.
90% നല്ല സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കയറും. അപ്പോൾ എന്താ ചെയ്യുക, ജസ്റ്റ് സിംപ്ലി ഹോൾഡാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അതിലും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ചെറിയ ലോസിനും വിറ്റ് അല്ലെങ്കിൽ അങ്ങനെ മാറാൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഏരിയകൾ ഞാൻ പറഞ്ഞു, അതൊക്കെ ഇനി നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണും. അപ്പോൾ ആ ഏരിയകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ അതൊന്നും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇടിയുന്ന സമയത്തൊക്കെ ഇപ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇപ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ വേറെ ഒരു സൂത്രം പറഞ്ഞത്, വേറെ ഒരു വീഡിയോയിലാണ് പറഞ്ഞത്, 500 പോയിൻറ്റ് ഇടിയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക, കയറുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അവസരങ്ങൾ വരും, ചിലപ്പോൾ ഓരോ മാസം കഴിഞ്ഞായിരിക്കും വരിക. പിന്നെ ഈ ഒരു കറക്ഷൻ എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യനുണ്ട്. അപ്പോൾ അതൊരു $1 ബില്യൺ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ എൻ്റെ ആൻസർ പറയാം. ഈ ഒരു സിനാരിയോ നീണ്ടു നിൽക്കുന്നത് അടുത്ത April 1 വരെയാണ്, അതായത് മാർച്ച് ലാസ്റ്റ് കൂട്ടം. അപ്പോൾ ഇത് ഡിസംബർ ഇനി വലിയ ആക്ടിവിറ്റി ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല, കയറി പോകാനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ വരുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് 3 മാസത്തിനുള്ളിൽ താഴെ ലെവലിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് മുകളിൽ ലെവലിൽ വിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് മാർക്കറ്റ് തരും. അത് ചെറിയ തരലൊന്നുമല്ല, കാരണം ഒരു മാസം കൊണ്ട് 10% പ്രോഫിറ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ്, സജസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് ഫണ്ടുകളിൽ അല്ല. കാരണം ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ സജഷൻ കൊടുക്കുമ്പം ഇനി കയറാൻ സാധ്യതയുള്ളതാണ് കൊടുക്കുക, അങ്ങനെയാണ് കൊടുക്കുക. ഇനി കയറാൻ സാധ്യതയുള്ളത് കൊടുക്കുക. മാർക്കറ്റ് കറക്റ്റ് വീണ്ടും ചെയ്യുകയാണെങ്കിലൊക്കെ അത് താഴേക്ക് പോയേക്കാം, പക്ഷേ കയറുമ്പോൾ ഫാസ്റ്റായിട്ട് കയറും. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള സ്റ്റോക്കുകൾ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് സ്റ്റോക്കാണ്. അത് ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോട്ടിലാൽ ഓസ്വാളിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് സ്റ്റോക്കല്ല മ്യൂച്വൽ ഫണ്ട്. അത് കഴിഞ്ഞ മാസം, അതായത് ഒരു മാസം റിട്ടേൺ ഇപ്പോൾ നോക്കിയാൽ കാണില്ല. ഈ മാർക്കറ്റ് ഈ മുകളിൽ വന്നില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 10% അടുത്തായിരുന്നു. 9.5 ഞാൻ കണ്ടായിരുന്നു, 10 വന്നോന്ന് കണ്ടില്ല, എല്ലാ ദിവസവും ട്രാക്ക് ചെയ്തില്ല, വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴും വിൽക്കാത്തവർ വിൽക്കുമൊന്നും വേണ്ട. ഞാനും മ്യൂച്വൽ ഫണ്ട് വിൽക്കാറൊന്നുമില്ല, അങ്ങനെ വേണമെങ്കിൽ വിൽക്കാം. ഇപ്പം ETF കാര്യങ്ങൾ, ETF ഞാൻ വിൽക്കാറുണ്ട്. താഴെ ലെവലിൽ വാങ്ങിയിട്ട് മുകളിൽ ലെവലിൽ വിൽക്കാറുണ്ട്. ETF അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് അത് ചെയ്യാത്തത് കേട്ടോ. ഞാനും ഈ താഴെ ലെവലിൽ വാങ്ങിയതാണ്, ഈ ഫണ്ട് ഞാനും ഹോൾഡ് ചെയ്യുന്നതാണ്. ഞാനും അത് ഇടിഞ്ഞപ്പോൾ അഗ്രസീവായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഇടിയുമ്പോൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മോട്ടിലാൽ ഓസ്വാളിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടും മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടും ബന്ധൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ടും ഒക്കെ നമുക്ക് ബന്ധൻ്റെ സ്മോൾ ക്യാപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം. ഒക്കെ നമുക്ക് ഏകദേശം ഒരു 9% മുകളിൽ റിട്ടേൺ ഒരു മാസം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ താഴ്ന്നു പോയി, റിട്ടേൺ താഴ്ന്നു പോയി. ഞാൻ ചെക്ക് ചെയ്തില്ല, പക്ഷേ താഴ്ന്നു പോയിട്ടുണ്ടാവും. കാരണം മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്, താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റ് ചെയ്താൽ വീണ്ടും ഒരു 10% പ്രോബബിലിറ്റി അവിടെയുണ്ട്. ഇത് അധികം നാൾ കളിക്കില്ല. മാർച്ചോടുകൂടി മാർക്കറ്റിലെ കറക്ഷൻ പൂർണ്ണമായിട്ട് അവസാനിക്കുകയും ഏപ്രിൽ തൊട്ട് മാർക്കറ്റ് പുതിയൊരു ഹൈയിലേക്ക്, അതായത് പുതിയൊരു റാലി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ താഴ്ന്ന ലെവലുകളിൽ മേടിക്കുക. കാരണം അവർ മേടിച്ചിട്ട് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ മാർച്ച് ലാസ്റ്റ് മേടിച്ചാൽ പോരെയെന്ന്, അങ്ങനെ അവർക്ക് മേടിക്കാൻ പറ്റില്ല. മാർച്ച് ലാസ്റ്റ് വരെ ഈ ഫണ്ട് കയ്യിൽ വെച്ചിട്ട് ആ സമയത്ത് ഹ്യൂജ് ഫണ്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ അവർക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ ഡിപ്പുകളിൽ ഇടും. അപ്പോൾ ഇനി ഇത്രയും നാൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമോ, ചെയ്യാതെ, അതായത് ഞാനിപ്പോൾ ഒരു 3 മാസത്തെ കാര്യം പറഞ്ഞല്ലോ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസം കൊണ്ട് മാർക്കറ്റ് എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് എവിടെ എത്താൻ പോകുന്നില്ല. ഈ നിൽക്കുന്നിടത്തൊക്കെ തന്നെയായിരിക്കും മാർക്കറ്റ് നിൽക്കുക. ചിലപ്പോൾ ഇവിടുന്ന് ഒരു 500 പോയിൻറ്റോ 1000 പോയിൻറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, എന്നാൽ കൂട്ടിക്കോളൂ. അത്രയൊന്നും താഴാൻ സാധ്യത. ബജറ്റ് വരുന്നുണ്ട്, ചിലപ്പോൾ ബജറ്റ് ഒരു റാലിയും സംഭവിച്ചേക്കാം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്ഥലത്തൊക്കെ തന്നെ ആയിരിക്കും മാർക്കറ്റ് നിൽക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 500 പോയിൻ്റൊക്കെ താഴേക്ക് പോയാൽ പോലും തിരിച്ചു കയറുന്ന ഫാസ്റ്റായിട്ടായിരിക്കും. ഈവൻ അത് 1000 പോയിൻ്റ് താഴെ പോയാൽ പോലും ഫാസ്റ്റായിട്ട് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. അത് എപ്പോൾ വേണേലും കയറും, പെർഫെക്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സ്ഥലത്തൊക്കെ നിൽക്കുമ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെ അതായത് സൈഡ് വൈസ് ആയിരിക്കാം മാർക്കറ്റെങ്കിൽ ലോ ലെവലുകളിൽ നമുക്ക് പ്രത്യേക ട്രിഗർ സ്ഥലങ്ങളിൽ നമ്മൾ വാങ്ങുകയും വേണമെങ്കിൽ ഹൈ ലെവലുകളിൽ വിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനാണ് സാധ്യത, മുകളിലേക്ക് പോകാനാണ് സാധ്യത. അതുപോലെ അതിന് മുമ്പ് ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകും. അതിന് ശേഷമായിരിക്കും ഇത് പോകാനുള്ള സാധ്യത. അപ്പോൾ ഇവിടുന്ന് മേടിക്കുക, ഇവിടുന്ന് വിൽക്കുക. ഇതാണ് റീറ്റെയിലേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ചെയ്യേണ്ട. ഇപ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട്, അതായത് നമ്മൾ ഈ താഴെ ലെവലിൽ നിന്ന് മേടിച്ച് മുകളിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് വിൽക്കാതിരിക്കുക. നിങ്ങൾ ETF വിറ്റോളൂ, കുഴപ്പമില്ല. മ്യൂച്വൽ ഫണ്ട് വിൽക്കാതിരിക്കുക. കാരണം ഈ മ്യൂച്വൽ ഫണ്ട് നമ്മൾ വിൽക്കുന്ന ഒരു ശീലം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കോമ്പൗണ്ട് റിട്ടേൺ കിട്ടില്ല. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് വിൽക്കരുത് എന്ന് പറയുന്നത്. എന്നാൽ ETF നിങ്ങൾ വിറ്റോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കാര്യങ്ങൾ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ETF വിറ്റോളൂ. പിന്നെ സെല്ലിംഗ് സ്ട്രാറ്റജിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നല്ല
ലൈക്കുകൾ, ഒരു 5000 ലൈക്കെങ്കിലും ഈ വീഡിയോയ്ക്ക് തരിക. അത് ഗ്രാജുവലി ആയിക്കോളും. അപ്പോൾ ആ സമയത്ത് ഞാൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിൻ്റെ വീഡിയോ, ഓപ്ഷനും ഫ്യൂച്ചറും അതുപോലെ തന്നെ മറ്റ് ഇൻട്രാഡേയും ടെക്നിക്കലിൻ്റെ വീഡിയോസ് ചെയ്യാം. എസ്പെഷ്യലി ഓപ്ഷൻ ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ഏഞ്ചൽ ഫണ്ടിലെ ക്ലയൻസ് തന്നെ അവർക്ക് ഓപ്ഷൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോ ഓപ്ഷൻ്റെ CBE എന്താണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ഞാൻ ചെയ്യാം കേട്ടോ. അത് ലൈക്കില്ലെങ്കിലും ചെയ്യും. ഓക്കെ, കാരണം സീക്രട്ടൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒരു ലൈക്കൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, എസ്പെഷ്യലി SIP ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 ETFകളും 3 മ്യൂച്വൽ ഫണ്ടുകളുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. SIP ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുക. ഇതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. SIPയിൽ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, നമുക്കങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഒന്നാമത്തെ ETF ICICI Prudential Nifty 200 ക്വാളിറ്റി 30 ETF ആണ്. അപ്പോൾ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. ഇത് നമ്മൾ അടിക്കേണ്ടത് ക്വാൾ 30 I ETF എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കിട്ടുക. ETF ഇതാണ്. അപ്പോൾ ഈ ഒരു ETFിൻ്റെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഓൾ ഡേറ്റ മന്ത്ലി ചാർട്ടാണ്. 2023 ഡിസംബറിലാണ് ഈ ഒരു ETF വന്നിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ മുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല രീതിയിലേക്ക് മുകളിലേക്ക് പോയിട്ട് കഴിഞ്ഞ 3 മാസമായിട്ട് കറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ കറക്ഷൻ്റെ തോത് കുറവാണ്. കാരണം ഇത് ക്വാളിറ്റി 30 കമ്പനികളിലാണ്, നിഫ്റ്റി 200 ക്വാളിറ്റി 30 കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കറക്ഷൻ തോത് കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം മുകളിലേക്ക് പോകുമ്പോൾ, അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ താഴേക്ക് പോകും, സംശയമൊന്നുമില്ല. പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളത് ഈ ഒരു ETF ആണ്. ആ ഒരു അസംഷനിലാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടും സെലക്ട് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള, ഇതിപ്പോൾ പാസ്റ്റ് പെർഫോമൻസ് ഡേറ്റയൊക്കെ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഒരു ETF അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ കിട്ടില്ല. നമ്മൾ അങ്ങനെയല്ല എടുത്തേക്കുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള ETFകൾ, അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് നാൾ ഇതിൽ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കാം. ഞാൻ പറയുന്ന ഒരു 3-4 മാസങ്ങൾ. അത് കഴിഞ്ഞ് ഇത് നല്ല റിട്ടേണിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ അവിടെ വിടാം. വേണമെങ്കിൽ അത് വളരാനായിട്ട് അവിടെ വിടാം. മ്യൂച്വൽ ഫണ്ടാണ് വിൽക്കേണ്ട, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ആവുമല്ലോ. ഇപ്പോൾ SIP ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്കിലി ബേസിൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. ഇതിലെല്ലാം ETF-ലും മ്യൂച്വൽ ഫണ്ടിലും കേട്ടോ. അപ്പോൾ ഡൗൺ ആകുന്നതനുസരിച്ചിട്ട് പരിഗണിക്കാം. പിന്നെ ലാഭത്തിലേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാതെ വെറുതെ വിട്ടേക്കുക. അന്നേരം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ ETFകളും മ്യൂച്വൽ ഫണ്ടുകളും വരുന്നുണ്ടാവും. അപ്പോൾ ഇതവിടെ കിടന്നോട്ടെ. ഇത് നിങ്ങൾ ഇനിയിപ്പോൾ ലോങ് ടൈമിലേക്ക് ഇട്ടാലും തെറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ലാഭത്തിലേക്ക് വരുമല്ലോ. അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതിനും തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു പ്രത്യേക ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് ETF-കളും മ്യൂച്വൽ ഫണ്ടുകളും സെലക്ട് ചെയ്തതെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന അവസരത്തിലും ആ സമയത്ത് അന്നേരം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ETF മനസ്സിലായി. ഇനി രണ്ടാമത്തെ നമ്മൾ അമേരിക്കൻ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ സ്ഥിരമായി ചെയ്യുന്നവർ ഒരു പക്ഷേ നല്ല പ്രോഫിറ്റ് എടുത്ത് കാണാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഞാൻ പേഴ്സണലിയൊക്കെ നല്ല പ്രോഫിറ്റ് എടുത്തിട്ടുള്ള ഒരു ETF ആണ്. നമ്മുടെ രണ്ടാമത്തെ ETF മോട്ടിലാൽ ഓസ്വാളിൻ്റെ നാസ്ഡാക്ക് Q50 എന്ന് പറയുന്ന ETF ആണ് കേട്ടോ. അത് ഞാൻ ചാർട്ടിങ്ങിൽ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ 1 ഇയർ റിട്ടേൺ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല രീതിയിൽ മുകളിലേക്ക് വന്നു. ഇടയ്ക്ക് ഇങ്ങനെ കൺസോൾഡേറ്റ് ആയി. ഈ സമയത്താണ് ഞാൻ ഈ ഒരു ETF ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് SIP ആയിട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും തമ്മിൽ നമ്മൾ കണ്ടില്ലേ, ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുമായിരുന്നു. ഈ ഇടയാണ് ആ റേറ്റ് കട്ടിൻ്റെ ഇത് വന്നപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, താഴേക്ക് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ താഴേക്ക് പോകുന്ന അവസരങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 1 ഡേ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് കാണാനായിട്ട് സാധിക്കും. അതായത് 1.70% ഇത് ഡൗൺ ആയിട്ടുണ്ട്. നല്ല കാര്യമാണ്, ഞാൻ പറയുന്ന ഡൗൺ ആണെന്നാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് തരികയാണ്. ഈ ഒരു ETF-ൽ SIP പോലെ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുക. കുറച്ചും കൂടി ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അമേരിക്കൻ മാർക്കറ്റ് കുറച്ചും കൂടി. കഴിഞ്ഞ മാസം നമുക്ക് 10%, ഒരു മാസം 10% റിട്ടേൺ തന്നിട്ടുള്ള ETF ആണിത്. 10 അല്ല 14% കേട്ടോ. 14.94. അപ്പോൾ 15% കേട്ടോ. ഒരു ETF ആണെന്ന് ഓർക്കണം. ഒരു മാസം കൊണ്ട് ഓൾറെഡി ഞാനിത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെന്തായാലും അറിവിലേക്ക് വെക്കുക. നമുക്ക് ഇതിലൊരു റിവേഴ്സലോ, അമേരിക്കൻ മാർക്കറ്റാണ്, എപ്പോൾ വേണമെങ്കിലും റിവേഴ്സ് ആവാം. അപ്പോൾ റിവേഴ്സിൽ കാണുമ്പം ഇത് ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഡൗൺ ആണ്, അടുത്ത ദിവസം ഡൗൺ ആണേ ആയിക്കോട്ടെ, താഴേക്ക് പോയിക്കോട്ടെ. 10-14% കയറിയതാണ്, ചിലപ്പോൾ ഒരു 5-6% താഴേക്ക് പോയേക്കാം. അപ്പോൾ ഇതാണ് പരിഗണിക്കേണ്ടത്. ഇതിൻ്റെ സെർച്ച് ചെയ്യേണ്ട കോഡ്
MONQ50 എന്നാണ് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. MONQ50 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ETF കിട്ടും. അടുത്ത ETF ഫാർമ ബീസ് ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് പേര് കാണാൻ പറ്റും, ഫാർമ ബീസ് ചെറുതായിട്ട് എഴുതിയേക്കുന്ന മുകളിൽ. അപ്പോൾ ഈ ഫാർമ ബീസ് എന്നാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. PHARMABWS ഫാർമ ബീസ്. അതിൻ്റെ ഫുൾ ഫോം നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി ഫാർമ ETF ആണ് ഗ്രോത്ത് പ്ലാൻ. ഓക്കെ, അത്ര മതി ഫാർമ ETF. അപ്പോൾ ഈ ഫാർമ ബീസിൽ നമുക്ക് കാണാൻ പറ്റും നല്ല ഒരു റിട്ടേൺ ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ. ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിട്ടും ഇത് താഴേക്ക് പോയില്ല എന്നല്ല, താഴേക്ക് പോയിട്ടുണ്ട്, പക്ഷേ പിടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ഇത് സെക്ടർ ഫാർമയാണ്. അപ്പോൾ നമ്മൾ തന്നെ HDFCയുടെ ഫാർമയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വലിയ രീതിയിൽ റിട്ടേൺ ഇപ്പോൾ കിട്ടുന്നില്ലാത്തത് മാർക്കറ്റ് താഴേക്ക് പോയതുകൊണ്ടാണ്. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു ലോസും അല്ലെങ്കിൽ ഡൗണും അതിലില്ല. ലോസാണ്, പക്ഷേ വലിയ രീതിയിലൊരു ഇതില്ല. അതെന്നാന്ന് വെച്ചാൽ IT-യും ഫാർമയും ഈ പറയുന്ന പോലെ അത് ഡിഫെൻസീവായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. എസ്പെഷ്യലി ഫാർമയിൽ നല്ലൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപാട് ഫാർമ കമ്പനികൾ, ഇപ്പോൾ ഡോക്ടർ റെഡ്ഡി പോലെയുള്ള ഫാർമ കമ്പനികളിൽ ഭയങ്കര ഇടിവില്ല, മറിച്ച് അതൊക്കെ കയറുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെയും ഒക്കെ ഡേറ്റ എടുത്ത് നോക്കിയാൽ അറിയാം, നല്ല രീതിയിൽ കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ റെഡ്ഡി വാങ്ങേണ്ട ആവശ്യമില്ല, കാരണം അതിൽ നല്ല സ്റ്റോക്കുകൾ വേറെയുണ്ട്, അതൊരു ന്യൂസ് ബേസ് കയറുന്നതാണ്. പക്ഷേ മൊത്തത്തിൽ ഫാർമ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉണർവാണ് ഫാർമയിൽ കാണുന്നത്. അതിന് വലിയ ക്രാഷൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫാർമ എപ്പോഴും നല്ലതാണ് നമുക്ക്. അപ്പോൾ ഇത് നിപ്പോൺ ഇന്ത്യയുടെ ഫാർമയാണ്, ഫാർമ ബീസ് എന്ന് പറയുന്ന ETF ആണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, SIP പോലെ ചെയ്യുക, കുറയുമ്പം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക, പിന്നെ ലാഭം കിട്ടുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക, പിന്നീട് അത് വളരാൻ വിടുക. ഓക്കെ, നിങ്ങൾക്ക് വിൽക്കണേ പിന്നീട് നിങ്ങൾക്ക് ആവശ്യം ലാഭമാണെന്ന് അറിഞ്ഞാൽ വിൽക്കാം, ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യുക, ലൈഫ് ടൈം ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യുക, ലോങ് ടൈമിലേക്ക് ചെയ്യണമെങ്കിലും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ETF ഫാർമ ബീസ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 3 ETFകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ 3 മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫണ്ട് ആദിത്യ ബിർള സൺ ലൈഫ് ഇക്വിറ്റി അഡ്വാൻറ്റേജ് ഫണ്ടാണ്. ഇത് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മോട്ടിലാൽ ഓസ്വാളിലെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റിൽ അവിടെ ഹോൾഡ് ചെയ്യുക, അതിനൊരു വിഷയവുമില്ല, അതവിടെ ഹോൾഡ് ചെയ്യുക, നല്ല ഫണ്ടാണ്. എന്നാൽ ഈ ടെമ്പററി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് SIP പോലെ ഇൻവെസ്റ്റ് ചെയ്യാം, ലാഭത്തിലേക്ക് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം, പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാം. കാരണം നമുക്ക് ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഈ ഒരു ഫണ്ട് ഭയങ്കരമായിട്ട് ലാഭം തന്നിട്ടുള്ളൊരു ഫണ്ടല്ല, ഭയങ്കരമായിട്ട് തന്നിട്ടുള്ളൊരു ഫണ്ടല്ല. അതായത് പാസ്റ്റ് പെർഫോമൻസ് നല്ലതാണ്, മോശമില്ല. ഇപ്പോൾ 1 ഇയർ റിട്ടേൺ 18.76 ആണ്. അതുപോലെ തന്നെ 2 ഇയർ റിട്ടേൺ നമുക്ക് നോക്കാം, 19.90 ആണ്. 3 ഇയർ റിട്ടേൺ നമുക്ക് നോക്കാം, 10 പോയിൻറ്റേ ഉള്ളൂ, 10.72 ആണ്. 5 ഇയർ റിട്ടേൺ നമുക്ക് നോക്കാം, 15.67 ആണ്. അപ്പോൾ ഇതിലും കൂടുതൽ റിട്ടേൺസ് ഉള്ള ഫണ്ടുകളുണ്ട്. ഇപ്പോൾ 7 ഇയർ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാലും 10% ആണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഫൻസ്, ഒരു ഇതിലേക്ക് നമ്മൾ ഫണ്ട് പാർക്ക് ചെയ്യുന്നു, പിന്നീട് നമ്മൾ വേണമെങ്കിൽ വിൽക്കുന്നു എന്നുള്ളതാണ്. ടാക്സ് ലാഭത്തിനല്ല വരുന്നുള്ളൂ, നമുക്കിവിടെ മുതലിന് വരുന്നില്ലല്ലോ. ഓക്കെ, അപ്പം ഇതിനൊരു കൺസിസ്റ്റൻസി ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന ഒരു ചാർട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴാണെങ്കിലും വലിയ രീതിയിൽ ഇത് ഇടിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് ഒരു ഇടിവ് വന്നിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഇടിവ് കാണുമ്പോഴാണല്ലോ സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഈ ഒരു ഫണ്ട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അനങ്ങാതിരിക്കാം. കാരണം നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഭയങ്കര റിട്ടേൺ അല്ല, എന്നാൽ പിടിച്ചു നിർത്തുന്ന ഒരു റിട്ടേൺ, അതായത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴും നമ്മുടെ മൊത്തത്തിലുള്ള പോർട്ട്ഫോളിയോനെയൊക്കെ കുറേയൊക്കെ പിടിച്ചു നിർത്താൻ പാകത്തിനൊരു ഫണ്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് താഴേക്ക് പോകുന്നില്ല എന്നുള്ളതല്ല, താഴേക്ക് പോകുന്നുണ്ട്. പക്ഷേ താഴേക്ക് പോയിട്ട് മുകളിലേക്ക് കയറുമ്പോൾ സ്പീഡായിട്ട് കയറുന്നുണ്ട്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം, സ്പീഡായിട്ട് കയറുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദിത്യ ബിർള സൺ ലൈഫ് ഇക്വിറ്റി അഡ്വാൻറ്റേജ് ഫണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ഫണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ഫണ്ട് ഏതാണെന്ന് നോക്കാം. DSPയുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ് നമ്മുടെ അടുത്ത ഫണ്ട്. ഇതൊരു ഫ്ലെക്സി ക്യാപ്പാണല്ല, 3 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേഴ്സൻറ്റേജ് മാറ്റാനായിട്ട് ഫണ്ട് മാനേജർക്ക് അധികാരമുണ്ട്. അതാണ് ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് 1 ഇയർ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 21-22% മോശമില്ലാത്ത റിട്ടേൺ ആണ് മാർക്കറ്റ് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴും റിട്ടേൺ. ഞാൻ അഗ്രസീവായിട്ട് കയറി പോകുന്നതല്ല പറയുന്നത് കേട്ടോ, ഒരു ഡിഫൻസ്, അതായത് കയറിപ്പോകാൻ സാധ്യത. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 2 വർഷത്തെ റിട്ടേണും 24% 3 വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 16.9%, 5 വർഷത്തെ റിട്ടേൺ 18 പോയിൻറ്റിന് മുകളിൽ, എല്ലാം നമ്മുടെ ഇത് ബീറ്റ് ചെയ്യുന്നുണ്ട്.
7 വർഷത്തെ റിട്ടേൺ 14.45%, 10 വർഷത്തെ റിട്ടേൺ 14.14%, 15ഒക്കെ ഉണ്ടോ? ഓക്കെ, 15 വർഷത്തെയും 13, 14 ഉണ്ട്. നോക്കട്ടെ, 20 വർഷത്തെ, ഇതൊരു പഴയ ഫണ്ടാണ്. 20 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നോക്കൂ, 20 വർഷത്തെ റിട്ടേൺ നോക്കൂ, 17.79% പെർ ഇയറാണ് ഈ റിട്ടേൺ. അടിപൊളി റിട്ടേൺ അല്ലേ? നല്ല റിട്ടേൺ ആണ് കേട്ടോ. നല്ല ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഫണ്ടാണ് ഫ്ലെക്സി ക്യാപ്പ്. DSPയുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. അപ്പോൾ വളരെ ഒരു പഴക്കമുള്ള ഒരു ഫണ്ടാണ്. BSE 500 ആണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ഫണ്ടാണ്. അപ്പം ജീവിതകാലം മൊത്തം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല. ഇതിലിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോലെ പിന്നീട് ഹോൾഡ് ചെയ്യുകയോ വിൽക്കുകയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഫണ്ട് ഏതാണെന്ന് നോക്കാം. HDFCയുടെ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടാണ് അടുത്ത ഫണ്ട്. ഇതിൻ്റെ നമുക്ക് നോക്കിക്കളയാം. 3 വർഷത്തെ റിട്ടേൺ 23% ഉണ്ട്. 1 ഇയർ നോക്കാം, 20% ഉണ്ട്. 2 ഇയർ നോക്കാം, 23%. 5 ഇയർ 20%. 7 ഇയർ 14.47%. 10 ഇയർ 13.74. 15 വർഷം 14.74. 20 വർഷം 17.20. കണ്ടില്ലേ? അപ്പോൾ നല്ല റിട്ടേൺ ഉള്ള ഒരു ഫണ്ടാണ് ഇത്. പെർ ഇയർ ആണ് ഈ ഒരു സംഭവം വരുന്നത്. ഗ്രാഫ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ VR ബാലൻസ്ഡ് ആണ് ട്രൈ വരുന്നത്. HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് ഫണ്ട് സെലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു നല്ല ഫണ്ടും കൂടിയാണ്. പേഴ്സണലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ എനിക്ക് അറിയാവുന്നതാണ്. അതായത് ഒരു 4-5 വർഷമൊക്കെ മുമ്പ് തൊട്ട് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളും ഉണ്ട്. HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്. നോർമലി ഞാൻ ഹൈ റിട്ടേൺ ഉള്ള ഫണ്ടുകൾ പാസ്റ്റ് പെർഫോമൻസ് നോക്കും, പിന്നെ ഇപ്പോഴത്തെ ഇത് നോക്കും, എന്നിട്ടാണ് എടുക്കുക. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ഇതിന് നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു പ്രൊട്ടക്ഷനും കൂടി ആകുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ലെങ്തി ആയെങ്കിലും ഒരുപാട് ഇൻഫോർമേഷൻസ് കുത്തിത്തിരുകാനായിട്ട് സാധിച്ചു എന്ന ഒരു സംതൃപ്തിയോടുകൂടി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് കാര്യങ്ങൾ 5000 ലൈക്ക് മറക്കണ്ട. അതിൻ്റെ മുകളിൽ ലൈക്ക് വരും എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ച് വിടുക. എത്ര നേരത്തെ വരുന്നോ അത്രയും നേരത്തെ നമ്മൾ നമ്മുടെ സംഭവങ്ങൾ, അതായത് സെല്ലിംഗ് സ്ട്രാറ്റജിയുമായിട്ട് വരുന്നതാണ്. കാരണം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴും പൈസ ഉണ്ടാക്കണ്ടേ. അത് ഹെഡ്ജ് ചെയ്തിട്ടും ഇത് ഹൈ റിസ്ക് ആയതുകൊണ്ട് തന്നെ അത് ഹെഡ്ജിങ്ങും പരിപാടിയും കുറേ സാധനങ്ങളുണ്ട്, ഞാൻ പിന്നീട് പറയാം. എന്തായാലും അത് വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് താഴെ ഇട്ടാൽ മതി. പിന്നെ ഓപ്ഷൻ്റെ ബേസിക്ക് വരുന്നുണ്ട് കേട്ടോ. ഓപ്ഷൻ്റെ CB പരിപാടികൾ ബേസിക്ക് വരുന്നുണ്ട്. കാരണം നമ്മുടെ സെല്ലിംഗ് സ്ട്രാറ്റജിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഓപ്ഷനും ഫ്യൂച്ചറും. സോ അതിൻ്റെ ബേസിക്ക് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്, 3-4 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഒന്നും കൂടെയും ഇപ്പോൾ ലോട്ട് സൈസും കാര്യങ്ങളും എല്ലാം മാറി. അന്നത്തെ മാർക്കറ്റ് അല്ലല്ലോ ഇന്നത്തെ മാർക്കറ്റ്. അപ്പോൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും കൂടെയും അത് ചെയ്യുകയാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നടക്കൂ. ഓക്കെ, നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് വിടുക. ലെങ്തി നോക്കണ്ട. ഇനിയുള്ള ക്ലാസ്സുകൾ ലെങ്തി തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് ക്ഷമയുള്ളവർ കണ്ടാൽ മതി. കാരണം ഇത് കാണുന്നവന് പ്രയോജനപ്പെടണം. അവൻ്റെ ജീവിതത്തിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറാണ് ഞാനിവിടെ കവർന്നെടുക്കുന്നത്. ഈ സാധനം അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ ഈ മണിക്കൂർ പോരാ. ഈ വീഡിയോ വീണ്ടും കാണേണ്ടി വരും, വീണ്ടും റെഫർ ചെയ്യേണ്ടി വരും. അങ്ങനെ 3-4 മണിക്കൂർ വീണ്ടും ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. എന്നാലൊക്കെയാണ് ഇത് കുറച്ച് പഠിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ പഠിക്കുന്നവർ പഠിക്കുക. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. നമ്മൾ ലോകം മാറുന്ന അനുസരിച്ച് നമ്മളും മാറണം. ക്യാഷ് ഗെയിൻ ചെയ്യാനുള്ള, ക്യാഷ് ഉണ്ടാക്കാനുള്ള കൺസെപ്റ്റെല്ലാം മാറി മാറി വരിക, മൊത്തം അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പുറകോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് ആകുന്നതും ലോവർ ക്ലാസ് അതിൻ്റെയും താഴേക്ക് പോകുന്നതും. ഇത് ഈ ക്യാഷിൻ്റെ ഇത് വെച്ചിട്ട് കാറ്റഗറി ചെയ്യുന്നതാണ്. നോർമലി നമുക്ക് കണ്ടാൽ അറിയാമല്ലോ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമ്പത്ത് സൂക്ഷിച്ചു പോവുകയാണ് അവർ അഡ്വാൻസ് ആകാത്തിടത്തോളം കാലം. നോക്കിയ ഫോണിനൊക്കെ പറ്റിയ പോലെ തന്നെ. അപ്പോൾ ലോകം മാറുന്നതനുസരിച്ച് പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പഠിക്കേണ്ടി വന്നേക്കാം, അത് അപ്ലൈ ചെയ്യേണ്ടി വന്നേക്കാം, ഉറപ്പായിട്ടും പഠിക്കേണ്ടി വരും. അതങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക് തയ്യൽ മെഷീൻ ഉപയോഗിക്കാൻ അറിയില്ല, തയ്യൽ മെഷീൻ പോയിക്കൊണ്ടിരിക്കുക. അതുപോട്ടെ, ഏതായാലും ഞാൻ പറയുകയാണ്, ഇലക്ട്രിക് തയ്യൽ മെഷീൻ ആയല്ലേ എല്ലായിടത്തും. അപ്പോൾ സ്പീഡ് കൂടിയല്ലേ, നമ്മുടെ കാലും കൊണ്ട് ചവിട്ടേണ്ട ആ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വിംഗ് മെഷീൻ, തയ്യൽ മെഷീൻ എന്താ അവിടെ സംഭവിച്ചേക്കുന്നത്? പണ്ടിങ്ങനെ ചവിട്ടി ഇങ്ങനെ ഉഷ എന്നൊക്കെ പേരുള്ള തയ്യൽ മെഷീനുകൾ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോഴും അവരുണ്ടാകും കേട്ടോ. എനിക്ക് വലിയ ഇതില്ല. ഞാനിങ്ങനെ കടയിലേക്ക് പോയപ്പം കണ്ടതാണ് മെഷീനൊക്കെ. അപ്പോൾ 2-3 നടന്ന് നമ്മൾ തുണി തയ്ക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ കാണുന്നത് തന്നെ ഫുള്ളി ഇലക്ട്രോണിക്കാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിച്ചോളും. അപ്പോൾ ഇലക്ട്രോണിക്കായി. അപ്പോൾ അത് ഉപയോഗിക്കാൻ അറിയില്ലാത്ത ഒരാൾ, പുള്ളി എന്ത് ചെയ്താലും അത് ഉപയോഗിക്കാൻ അറിയില്ലാത്തവർക്ക് ആ തൊഴിലവസരം നഷ്ടപ്പെട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. അപ്പോൾ അതാണ് അല്ലേ. ഇപ്പോൾ പവർ സ്റ്റിയറിങ്, വണ്ടികൾക്കെല്ലാം പവർ സ്റ്റിയറിങ് കാര്യങ്ങൾ വന്നു. പവർ സ്റ്റിയറിങ് ഉപയോഗിക്കാൻ അറിയാനൊന്നുമില്ല. മറ്റേ സ്റ്റിയറിങ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. എന്നാലും അത് ഉപയോഗിക്കാൻ അറിയില്ലാത്ത ഒരാളുടെ അവസ്ഥയൊന്ന് നോക്കി അല്ലേ.
ഭയങ്കരമായി. ഇപ്പം ഞാനൊക്കെ യൂട്യൂബിൽ തമ്പനെയിൽ ചെയ്യുന്നത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ AI വന്നു. AIയിൽ ശരിക്കും പറഞ്ഞ് തമ്പനെയിൽ ജനറേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അറിയത്തില്ല. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേനും എൻ്റെ തമ്പനെയിൽ ഞാനിങ്ങനെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന തമ്പനെയിൽ എന്താകും, അത് ഔട്ട് ഓഫ് ഇതായി പോകില്ലേ. എൻ്റെ ഒരു ബുദ്ധിയുടെ ഇതിൻ്റെ ലിമിറ്റേഷൻ വെച്ചല്ല ഞാൻ ചെയ്യുക. AI ആകുമ്പോൾ അങ്ങനെ അല്ലല്ലോ. സോ അത് ഞാൻ ഔട്ടായി പോകും. അതൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോ അധികം റീച്ച് ആകാത്തത്. ഓക്കെ, അത് കുഴപ്പമില്ല, കിട്ടുന്നവർക്ക് കിട്ടട്ടെ. എന്നാലും ഞാൻ പറഞ്ഞു വന്നതാണ്, അതായത് നിങ്ങളും ഞാനും അപ്ഡേറ്റഡ് ആയേ പറ്റൂ. കാരണം അത് നമ്മുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം എന്തായാലും ഞാൻ സ്പീച്ച് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.